നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് 2023 ഫെബ്രുവരി. അടുത്തിടെ ISRO വിജയകരമായി വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾക്കായുള്ള വിക്ഷേപണ റോക്കറ്റ് SSLV-D2 3 ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ: 1. EOS-07-2 ഇസ്രോയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. 2. JANUS-1 US ആസ്ഥാനമായുള്ള അന്റാറിസ് നിർമ്മിച്ച ഉപഗ്രഹം. 3. ASADISAT-2 ചെന്നൈയിലെ സ്പേസ് സ്റ്റാർട്ടപ്പ് ആയ സ്പേസ് കിഡ്സ് ഇന്ത്യയ്ക്ക് വേണ്ടി മലയാളികൾ ഉൾപ്പെടെയുള്ള 750 വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഉപഗ്രഹം. അടുത്തിടെ ഗൂഗിളിൻ്റെ ഡൂഡിൽ ആദരവ് നൽകിയ മലയാള സിനിമയിലെ ആദ്യ നായിക PK റോസി. ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ. ക്യാപ്റ്റൻ എന്ന നിലയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷ. ഒരു കാണ്ടാമൃഗത്തെ പോലും വേട്ടയാടുന്നത് തടയാനുള്ള അസമിൻ്റെ ശ്രമങ്ങളെ പ്രശംസിച്ച ഹോളിവുഡ് നടൻ ലിയനാർഡോ ഡികാപ്രിയോ. ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഓസ്ട്രേലിയൻ സ്പിന്നർ റോഡ് മർഫി. രാവിലെ 9 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കുന്ന ആദ്യ സംസ്ഥാന കോളേജായി മാറാൻ പോകുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും പുതിയ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കൂടംകുളം. ഏത് തീയതിയിലാണ് ISRO സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV ലോകത്തിന് വിജയകരമായി അവതരിപ്പിച്ചത്? 2023 ഫെബ്രുവരി 10. ദേശീയ കേഡറ്റ് കോർപ്സിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന NCC ഏത് ഉപഗ്രഹമാണ് വിക്ഷേപിക്കുന്നത്? ASADISAT ഉപഗ്രഹം. ഏത് സംഘടനയാണ് ഫെബ്രുവരി 14 ഹഗ് ദ ഡേ ആചരിക്കാൻ ആഹ്വാനം ചെയ്യുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തത്? അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ. മൂന്നാമത്തെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2023 ഫെബ്രുവരി 10 ഏത് സ്ഥലത്താണ് ആരംഭിച്ചത്? ഗുരുമാർഗ്, കാശ്മീർ. 2023 ഫെബ്രുവരി 11 ഏത് സ്ഥലത്താണ് G20 അന്താരാഷ്ട്ര ഭക്ഷ്യമേള ആരംഭിക്കുന്നത്? ഡൽഹി. 2023 ഫെബ്രുവരി 10 ഇൻ്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് IPA ഇന്ത്യ നൽകുന്ന ജേർണലിസം 2022 മികവിനുള്ള അവാർഡ് ലഭിച്ചത് സൗരഭ്. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ കണ്ടെത്തിയ പുതിയ ഭൂഗർഭ ക്യാറ്റ് ഫിഷ് ഇനത്തിൻ്റെ പേര് ഹൊറാഗ്ലാനിസ് പോപ്പുലി. ഈഗിൾ 44 അല്ലെങ്കിൽ ഓഗ 44 ഏത് രാജ്യത്തിൻ്റെ ആദ്യത്തെ ഭൂഗർഭ വ്യോമസേനാ താവളമാണ്? ഇറാൻ. ലിഥിയം പ്രധാനമായും ഏത് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന രാസമൂലകമാണ്? റീചാർജ് ബാറ്ററികളിൽ. രണ്ടാമത്തെ ഇന്ത്യൻ റൈസ് കോൺഗ്രസ് 2023 ഫെബ്രുവരി 11 പ്രസിഡന്റ് ദ്രൗപദി മുർമു ഏത് സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്? കട്ടക്ക്. 2023 ഫെബ്രുവരി 12 200ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ മഹർഷി ദയാനന്ദ സരസ്വതി. 4ാമത് ആസിയാൻ ഇന്ത്യ യൂത്ത് ഉച്ചകോടി ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? ഹൈദരാബാദ്. 35ാമത് കേരള സയൻസ് കോൺഗ്രസ് 2023 ഫെബ്രുവരി 12 മുതൽ 14 വരെ ഏത് സ്ഥലത്താണ് നടക്കുന്നത്? കുട്ടിക്കാനം, ഇടുക്കി. 2023 പത്രപ്രവർത്തനത്തിന് നൽകിയ സംഭാവനകൾക്ക് രാജാറാം മോഹൻ റോയ് ദേശീയ അവാർഡ് ലഭിച്ച ജേർണലിസ്റ്റ് ABK പ്രസാദ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ആദ്യ ടെസ്റ്റിൽ വിജയിച്ച ടീം ഇന്ത്യ. 2023 ഫെബ്രുവരി 11 പ്രകൃതി മൈതാനിയിൽ അമീർ ടൺ 2023 ദേശീയ
ഫിലാറ്റിക് എക്സിബിഷൻ ആരാണ് ഉദ്ഘാടനം ചെയ്തത്? മന്ത്രി അശ്വനി വൈഷ്ണവ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസ് വേ മുംബൈ എക്സ്പ്രസ് വേ. ആകെ ദൂരം 1386 കിലോമീറ്റർ. വിഖ്യാത ചിത്രകാരൻ വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ പേരിൽ ലണ്ടനിലെ വാൻ ഗോഗ് ഹൗസ് ഏർപ്പെടുത്തിയ റെസിഡൻസി അവാർഡ് ജേതാക്കളായ മലയാളികൾ സാജൻ മണി, ഉപേന്ദ്രനാഥ്. ഓട്ടോ ഡ്രൈവർമാരെ ടൂറിസം അംബാസഡർമാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പദ്ധതി ടുക് ടുക് ടൂർ ആദ്യം നടപ്പിലാക്കുന്നത് വയനാട്. റേഷൻ കടകളിലെത്തി സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്തവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ വീടുകളിൽ അവ നേരിട്ടെത്തിക്കുന്ന പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി ഒപ്പം ആദ്യം നടപ്പിലാക്കുന്നത് തൃശ്ശൂർ. സൈപ്രസിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോസ് ക്രിസ്റ്റോഡൗലിഡ്സ്. 12ാമത് ലോക ഹിന്ദി സമ്മേളനം 2023 ഫെബ്രുവരി 15 മുതൽ 17 വരെ ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഫിജി. 2023 ഫെബ്രുവരി 12 ആന്ധ്രാപ്രദേശ് ഗവർണറായി നിയമിതനായ റിട്ടയർഡ് ജഡ്ജിൻ്റെ പേര് ജസ്റ്റിസ് നസീർ. ഇടുക്കിയിൽ നടക്കുന്ന 35ാമത് സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസിലെ പ്രധാന ആകർഷണമായ കണ്ണാടിപ്പായ ഏത് മുളയിൽ നിന്നാണ് നിർമ്മിക്കുന്നത്? ന്യൂഞ്ച് ഈറ്റ. 2023 ബംഗളൂരുവിൽ നടക്കുന്ന എയർ ഷോയിൽ അരങ്ങേറ്റം കുറിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ UAVയുടെ ആളില്ലാ വിമാനത്തിൻ്റെ പേര് തപസ് UAV. ഇന്ത്യയുടെ G20 പ്രസിഡൻസിക്ക് കീഴിലുള്ള ആദ്യത്തെ അഗ്രികൾച്ചർ ഡെപ്യൂട്ടീസ് മീറ്റിംഗ് ഏത് നഗരത്തിലാണ് നടക്കുന്നത്? ഇൻഡോർ. 2023 ഫെബ്രുവരി 11 മുതൽ 19 വരെ മുംബൈയിൽ വെച്ച് ആരംഭിച്ച രാഷ്ട്രീയ സംസ്കൃതി മഹോത്സവം ഏത് കേന്ദ്ര മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്? സാംസ്കാരിക മന്ത്രാലയം. പ്രത്യേക ട്രെയിൻ ബാബ അംബേദ്കർ ടൂറിസ്റ്റ് സർക്യൂട്ട് ട്രെയിൻ ഏത് തീയതിയിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? 2023 ഏപ്രിൽ 14. അനധികൃത നിക്ഷേപ തട്ടിപ്പുകാരുടെ സ്വത്ത് മരവിപ്പിക്കാനും കണ്ടുകെട്ടാനും ജപ്തി ചെയ്യാനും പോലീസിന് അധികാരം നൽകുന്ന നിയമം ബേണിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ബഡ്സ്. പുതിയതായി നിയമിതനായ അരുണാചൽ പ്രദേശ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ കൈവല്യ ത്രിവിക്രം പട്നായിക്. പുതിയതായി നിയമിതനായ സിക്കിം ഗവർണർ ലക്ഷ്മണൻ പ്രസാദ് ആചാര്യ. ബംഗ്ലാദേശിൻ്റെ 22ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു. രാജ്യാന്തര റേഡിയോ ദിനം ഫെബ്രുവരി 13. ബഹിരാകാശ ദൗത്യത്തിനായി സൗദി ബഹിരാകാശ കമ്മീഷൻ തിരഞ്ഞെടുത്ത ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരി റബ്ബാന ബർണവി. ആദ്യ വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ ഏറ്റവും വില കൂടിയ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന. 2022-23 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കോളേജ് സെൻറ്റ് തെരേസ കോളേജ്, എറണാകുളം. ലോക്സഭയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 2019 മുതൽ 2021 വരെയുള്ള 3 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്ത ദിവസവേതനക്കാരുടെ എണ്ണം 1.12 ലക്ഷം. എയ്റോ ഇന്ത്യ 2023 14ാം പതിപ്പിൻ്റെ തീം റൺവേ ടു 1 ബില്യൺ ഓപ്പർച്യൂണിറ്റീസ്. 2020 ഏപ്രിൽ 1 മുതൽ 5 വർഷത്തേക്ക് അടൽ ഭൗമ യോജന നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുടെ എണ്ണം 7. ആദ്യ വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ 87 കളിക്കാർക്കായി എത്ര തുക ചെലവഴിച്ചു? 59.5 കോടി രൂപ. ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ ചെയ്ത ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് 2023 ഫെബ്രുവരി 13 ഏത് നഗരത്തിലാണ് പുറത്തിറക്കിയത്? മുംബൈ. ഭൂകമ്പം ബാധിച്ച തുർക്കിക്ക് ലോകബാങ്ക് എത്ര ബില്യൺ ഡോളർ ധനസഹായം പ്രഖ്യാപിച്ചു? 1.78 ബില്യൺ. ആദ്യ ലോക ഹിന്ദി സമ്മേളനം നാഗ്പൂരിൽ നടന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി.
കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ഡോക്ടർ BD മിശ്ര. 2023 ജനുവരി മാസത്തെ മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയത് ശുഭ്മാൻ ഗിൽ, ഇന്ത്യ. 2023 ജനുവരി മാസത്തെ മികച്ച വനിതാ ICC പുരസ്കാരം നേടിയത് ഗ്രേസ് സ്ക്രീവൻസ്, ഇംഗ്ലണ്ട്. രാജ്യത്തെ ആദ്യ മഞ്ഞിൻ തടാക മാരത്തണിന് വേദിയാകുന്നത് ലഡാക്ക്. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ജേതാവ് സുഭാഷ് ചന്ദ്രൻ, നോവൽ സമുദ്രശില. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ 5ാം പതിപ്പിൽ ജേതാക്കളായത് മഹാരാഷ്ട്ര. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്ര സംബന്ധിയായ മികച്ച പുസ്തകത്തിനുള്ള പുരസ്കാരം നേടിയത് സുരേഷ് ഉണ്ണിത്താൻ. പുസ്തകം പത്മരാജനും ഓർമ്മകളും ഞാനും. പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു വനിതാ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായി ചുമതലയേറ്റത് സന രാംചന്ദ് ഗുൽവാനി. ആഗോള ഗുണനിലവാര അടിസ്ഥാന സൗകര്യ സൂചിക GQIT 2021 അക്രഡിറ്റേഷൻ സംവിധാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5. 1ാം സ്ഥാനം ജർമ്മനി. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ കോർപ്പറേറ്റ് വീറ്റോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാബേസ് പ്രകാരം ലോകത്ത് പാൽ ഉൽപ്പാദനത്തിൽ 1ാമതുള്ള രാജ്യം ഇന്ത്യ. ഖരമാലിന്യത്തിൽ നിന്നും ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കാനുള്ള രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് പൂനെ. 2023 ഫെബ്രുവരി 14 പ്രസിഡന്റ്സ് കളർ സ്വീകരിച്ച രാജ്യത്തെ 10 സംസ്ഥാന പോലീസ് സേനകൾ 1ാമതായി മാറിയ പോലീസ് സേന ഹരിയാന പോലീസ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമയാന ഇടപാട് ആകാൻ പോകുന്ന 250 വിമാനങ്ങൾ ടാറ്റ ഗ്രൂപ്പ് ഏത് കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത്? എയർബസ്, ഫ്രാൻസ്. അടുത്തിടെ ന്യൂസിലാൻഡിൽ വൻ നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ് ബ്രിയേൽ ചുഴലിക്കാറ്റ്. ICC വനിതാ 2020 ലോകകപ്പ് ഏറ്റവും കൂടുതൽ തവണ നേടിയ രാജ്യം ഓസ്ട്രേലിയ. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ S വാസുദേവ് അവാർഡ് 2022 നേടിയവർ EA സിറിൽ, A ഗംഗാപ്രസാദ്. ദുബായിൽ നടന്ന ലോക ഗവൺമെൻറ് ഉച്ചകോടിയിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഇന്ത്യയിൽ നിന്നുള്ള ഏത് IITയിലെ വിദ്യാർത്ഥികളാണ്? IIT ഇൻഡോർ. 2023 ഫെബ്രുവരി 13 എല്ലാത്തരം ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇംഗ്ലണ്ടിൻ്റെ 2019 ലോകകപ്പ് ജേതാവ് ഇയാൻ മോർഗൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള തൻ്റെ ശ്രമം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സൗത്ത് കരോലിനയിലെ ആദ്യത്തെ വനിതാ ഗവർണർ നിക്കി ഹേലി. മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലം. ഒരു കുടുംബം ഒരു ഐഡൻറ്റിറ്റി പോർട്ടൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് സോണിയ ഗിരിധർ ഗോകാനി. RBIയുടെ സാമ്പത്തിക സാക്ഷരതാ വാരം എന്ന് മുതൽ എന്ന് വരെ ആചരിക്കുന്നു? ഫെബ്രുവരി 13 മുതൽ 17 വരെ. അറബ് ലോകത്ത് പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന സൗദി വനിത യാന ബർണവി. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSGയും US സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസം ഓപ്പറേഷൻ തർക്കാഷ്. മുംബൈയിൽ നടന്ന വനിതാ പ്രീമിയർ ലീഗ് ഉദ്ഘാടന ലേലത്തിൽ സ്മൃതി മന്ദാനെ സ്വന്തമാക്കിയ ടീം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 2023 ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യ. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മെൻറ്റർ ആയി നിയമിച്ചത് സാനിയ മിർസയെ. 2023 ഫെബ്രുവരി 16 തിരഞ്ഞെടുപ്പ് നടന്ന ത്രിപുര മന്ത്രിസഭയിൽ എത്ര സീറ്റുകളാണുള്ളത്? 60 നിയമസഭാ സീറ്റുകൾ. 2023 ഫെബ്രുവരി 15 കേരളത്തിലെ ഏത് സ്ഥലത്താണ് ഒരാഴ്ച നീണ്ട നിശാഗന്ധി നൃത്തോത്സവം ആരംഭിച്ചത്? കനകക്കുന്ന് കൊട്ടാരം, തിരുവനന്തപുരം.
ഏത് വർഷത്തോടെയാണ് സംസ്ഥാനത്തെ മൊത്തം ഹൈഡ്രജൻ ഉപയോഗത്തിൽ 30% ഗ്രീൻ ഹൈഡ്രജൻ മിശ്രിതം കൈവരിക്കാൻ കേരളം ശ്രമിക്കുന്നത്? 2027. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ എത്ര പുതിയ ബറ്റാലിയനുകൾ ഉയർത്തുന്നതിന് 2023 ഫെബ്രുവരി 15 കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകി? 7. അടുത്തിടെ അന്തരിച്ച പ്രമുഖ ഇന്ത്യൻ ചിത്രകാരി ലളിത ലാൽജ്മി. അടുത്തിടെ അന്തരിച്ച നഖാത്ത് എന്ന ടെലിവിഷൻ ഷോയിലെ മുതിർന്ന നടൻ ഷാവേദ് ഖാൻ ആരോഹി. മധ്യപ്രദേശിലെ ഏത് സ്ഥലത്താണ് സാംസ്കാരിക മന്ത്രാലയം ആദ്യത്തെ T20 കൾച്ചർ ഗ്രൂപ്പ് മീറ്റ് സംഘടിപ്പിച്ചത്? ഖജുരാഹോ. നാഗ്പൂരിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച ശേഷം ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യയുടെ റാങ്ക് 1. ഫിബ ഏഷ്യൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ബാസ്കറ്റ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റിൻ്റെ പേര് കെ ഗോവിന്ദരാജ്. എയ്റോ ഇന്ത്യ 2023 ഷോയിൽ സോളാർ പവർ ഡ്രോൺ സൂരജ് പ്രദർശിപ്പിച്ചത് ഇന്ത്യയുടെ ഏത് ടെക് സ്റ്റാർട്ടപ്പ് ആണ്? ഗരുഡ എയ്റോസ്പേസ്. അടുത്തിടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ ആദ്യമായി ലാൻഡിംഗ് നടത്തിയ LCA വിമാനം ഏതാണ്? നേവി ആൻഡ് MiG-29K. 2013 ഫെബ്രുവരി 14 മുതൽ 15 വരെ കൊച്ചി സന്ദർശിച്ച ഒമാൻ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സിൻ്റെ 2 കപ്പലുകളുടെ പേര് ഒറക, അവാജി. 2023 മാർച്ച് 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ MV ശുചീന്ദ്രകുമാർ. 2023 ഫെബ്രുവരി 17 മുതൽ മാർച്ച് 2 വരെ ഇന്ത്യയ്ക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ് എക്സ്-ഥർമ ഗാർഡിയൻ നടത്തുന്നത്? ജപ്പാൻ. 2023 ഫെബ്രുവരി 16 ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത മെഗാ നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവലിൻ്റെ പേര് ആദി മഹോത്സവം. ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി മോദി ജൽ ജൽ അഭിയാൻ ഉദ്ഘാടനം ചെയ്തത്? രാജസ്ഥാൻ. അന്താരാഷ്ട്ര T20യിൽ 100 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബൗളർ ദീപ്തി. 2023 ഫെബ്രുവരി 15 കെനിയയുടെ ഗാഡിയൽ കോമൻ്റെ 25 വർഷം പഴക്കമുള്ള വേൾഡ് ഇൻഡോർ 3000 മീറ്റർ റെക്കോർഡ് തകർത്തതാര്? ലമേച്ച ഗിർമ, എത്യോപ്യ. യൂട്യൂബിൻ്റെ പുതിയ CEO ആയി തിരഞ്ഞെടുത്ത ഇന്ത്യൻ അമേരിക്കൻ നീൽ മോഹൻ. ദേശീയ റേസ് വാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് വിലക്കുകയും 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുകയും ചെയ്തത് ആരെല്ലാം? അക്ഷയ് ദീപ് സിംഗ്, പ്രിയങ്ക ഗോസ്വാമി. 2023 ഫെബ്രുവരി 16 കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ലോകത്തിലെ കുഷ്ഠരോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ എത്ര ശതമാനം? 52%. കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ 2022 കണക്കനുസരിച്ച് എത്ര ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി? 250. UIDA അടുത്തിടെ അവതരിപ്പിച്ച പുതിയ ചാറ്റ് ബോട്ടിൻ്റെ പേര് ആധാർ മിത്ര. UN കമ്മീഷൻ്റെ 62ാമത് സെക്ഷൻ്റെ ചെയർമാൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യ. 2023 കശുവണ്ടി തൊഴിലാളികൾക്ക് കുറഞ്ഞത് എത്ര ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ നൽകണമെന്നാണ് കേരള സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? 160 തൊഴിൽ ദിനം. 2023 ഇന്ത്യൻ സർക്കാർ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച സംഘടന ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് ആൻഡ് ജമ്മു കാശ്മീർ ഗസ്നവി ഫോഴ്സ്. 32ാമത് രാമാശ്രമം ഉണ്ണീരിക്കുട്ടി അവാർഡിന് അർഹയായത് KK ശൈലജ. നികുതി ചുമത്തിയ ധനകാര്യ സപ്ലിമെൻ്ററി ബിൽ 2023 അവതരിപ്പിച്ച ശേഷം പാകിസ്ഥാനിൽ പെട്രോളിൻ്റെ പുതിയ നിരക്ക് എത്ര രൂപ? ലിറ്ററിന് 272 പാകിസ്ഥാൻ രൂപ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 100 ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള 13ാമത്തെ കളിക്കാരൻ ശ്വർ പൂജാര. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ദേവാനന്ദ, വയസ്സ് 17.
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയർ ഷോ ഏതോ ഇന്ത്യ. അടുത്തിടെ ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് രാജിവെച്ച BCCI ചീഫ് സെലക്ടർ ചേതൻ ശർമ്മ. തുർക്കി ഭൂകമ്പത്തിൽ മരണപ്പെട്ട ഘാന ഫുട്ബോളർ ക്രിസ്ത്യൻ അറ്റ്സു. 2023 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രൊഫസർ V. മധുസൂദനൻ നായർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വംശജനായ ആദ്യ ക്യാപ്റ്റൻ തെംബ ബാവുക. ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമായത് ബെൻ സ്റ്റോക്സ്, ഇംഗ്ലണ്ട്. ഓക്സ്ഫോർഡ് സർവകലാശാല CEO ആയി നിയമിതയായ ഇന്ത്യൻ വംശജ മേഘ്ന പണ്ഡിറ്റ്. ഐക്യരാഷ്ട്രസഭ സാമൂഹിക വികസന സമിതിയുടെ 62ാം സെക്ഷൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത രുചിര കാംബോജ്. വനിതാ T20 ലോകകപ്പ് മത്സരത്തിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യൻ ബൗളർ രേണുക സിംഗ്. 2023 ഫെബ്രുവരി 18 യുണിസെഫ് ഇന്ത്യയുടെ കുട്ടികളുടെ അവകാശത്തിനായി ദേശീയ അംബാസഡറായി ആരെയാണ് നിയമിച്ചത്? ആയുഷ്മാൻ ഖുറാന. 100 ദിവസം പിന്നിട്ട KSRTCയുടെ കണ്ടക്ടർ ഇല്ലാത്ത എൻഡ്-ടു-എൻഡ് ലോ ഫ്ലോർ AC സർവീസിൻ്റെ പേര് ജനശതാബ്ദി മോഡൽ. 2023 ഫെബ്രുവരി 18 കുന്നോ നാഷണൽ പാർക്കിനായി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്ര ചീറ്റകൾ ഗോളിയോറിൽ എത്തി? 12. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം ഹരിയാനയിലെ ഏത് സ്ഥലത്താണ് സ്ഥാപിതമാകുന്നത്? ഗോരഖ്പൂർ. 2023 ഫെബ്രുവരി 16 റാഞ്ചിയിലെ രാജ്ഭവനിൽ വച്ച് ജാർഖണ്ഡിൻ്റെ 11ാമത് ഗവർണർ ആയി സത്യപ്രതിജ്ഞ ചെയ്തത് CP രാധാകൃഷ്ണൻ. 2023 ഫെബ്രുവരി 18 ഹൃദയാഘാതം മൂലം അന്തരിച്ച പ്രശസ്ത തെലുങ്ക് നടനും TDP നേതാവുമായ വ്യക്തി നന്ദമൂരി താരകര. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം തുളസീദാസ് ബെൽറ. ഇന്ത്യയുടെ ആദ്യത്തെ ഫ്രോസൺ ലേക്ക് മാരത്തോണിന് ആതിഥേയത്വം വഹിക്കുന്ന ലഡാക്കിലെ തടാകം പാങ്ഗോങ്-തോ തടാകം. അന്തിമ റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്തെ സംരക്ഷിത പ്രദേശങ്ങളുടെ 1 കിലോമീറ്റർ ബഫർ സോണിൽ എത്ര ഉപജീവന യൂണിറ്റുകളുണ്ട്? 71,000 ഉപജീവന യൂണിറ്റുകൾ. ഗുജറാത്തിലെ ഏത് തുറമുഖത്ത് നിന്നാണ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല സാഗർ പരിക്രമയുടെ 3ാം ഘട്ടം അനാവരണം ചെയ്തത്? ഹാസിറ തുറമുഖം. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് മത്സരത്തിലെ 2ാം മത്സരം വിജയിക്കുകയും തുടർച്ചയായി 4ാം തവണയും ട്രോഫി നിലനിർത്തുകയും ചെയ്ത ടീം ഇന്ത്യ. 2023 ഫെബ്രുവരി 19 ബംഗാളിനെ പരാജയപ്പെടുത്തി രഞ്ജി ട്രോഫി കിരീടം ഉയർത്തിയ ടീം സൗരാഷ്ട്ര. ഇരട്ട ഒളിമ്പിക് ചാമ്പ്യൻ റയാൻ കൗസർ എത്ര ദൂരം എറിഞ്ഞുകൊണ്ട് സ്വന്തം ഷോട്ട് പുട്ട് ലോക റെക്കോർഡ് തകർത്തു? 23.38 മീറ്റർ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ 25,000 റൺസ് തികച്ച 6ാമത്തെ ബാറ്റ്സ്മാൻ ആരാണ്? വിരാട് കോഹ്ലി. ലോക സാമൂഹിക നീതി ദിനം ഫെബ്രുവരി 20. AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ AKP അവാർഡ് 2023 ലഭിച്ചത് P. വത്സല. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.